യെസ് മാം, ടാക്സ് റിസീവ്. ഓക്കെ മാം, ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. മുൻപ് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ്. ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് ചെന്ന പോലീസ് ടീമിനോട് സംസാരിക്കാൻ തെരേസ തയ്യാറാകുന്നില്ല. ഇതാ എലിസബത്ത് മർഡർ കേസിന്റെ ഡീറ്റെയിൽസ്. ഈ കഴിഞ്ഞ ജനുവരി 15 രാത്രിയിലാണ് എലിസബത്ത് കൊല്ലപ്പെട്ടത്. പക്ഷെ അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല. അവസാനമായി എലിസബത്തിനെ കണ്ടത് കോളേജ് ഹോസ്റ്റലിന് മുന്നിലാണ്. ഒരു റെഡ് മാരുതി ബ്രസീൽ കയറി പോകുന്നത് കണ്ടതായി എലിസബത്തിന്റെ ഹോസ്റ്റൽ ഇൻമേറ്റ്സ് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാർ തന്നെയാണോന്ന് അറിയില്ല സർ. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാം വന്ന KL07CW2632 എന്ന കാറിന്റെ RC ഓണർ ഒരു മുരളി സദാശിവനാണ്. ഐറിൻ കേസിലെ രാജീവിന്റെ കാറാത്. പിന്നെ ഐറിന്റെയും എലിസബത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. ഐറിൻ കേസിന് സമാനമായി ഈ എലിസബത്തിന്റെ നാക്ക് മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. സോ ഈ രണ്ട് കേസുകളും തമ്മിൽ റിലേറ്റഡ് അല്ലേ സർ? ഈ എലിസബത്തുമായിരുന്നു തമ്മിൽ ബന്ധമുണ്ടാവാൻ എന്തെങ്കിലും ഒരു സാധ്യത? അത് ഞാൻ അന്വേഷിച്ചിരുന്നു സർ. സോഫാർ അങ്ങനെയൊന്നും കണ്ടില്ല. മരിക്കുന്നതിന് മുമ്പ് എലിസബത്ത് ആരെയോ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കണ്ടോ? സർ, ഇത് എലിസബത്തിന്റെ ബ്രദർ ഇമാനുവലിന്റെ നമ്പറാ. അവരമ്മയെ ആരെ കിഡ്നാപ്പ് ചെയ്തെന്നും വാഗമൺ ലിബർട്ടി ഹോട്ടൽ റൂം നമ്പർ 403 രക്ഷിക്കണമെന്നും പറഞ്ഞായിരുന്നു മെസ്സേജ്. ലിബർട്ടി ഹോട്ടൽ 4th ഫ്ലോർ റൂം നമ്പർ 403 ഇപ്പോൾ അയാൾ താമസിക്കുന്നതെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. പറയൂ സാർ. ഇമാനുവലല്ലേ? അതെ സാർ. ഇമാനുവലേത് കാൽവരി സ്റ്റേഷൻ CA ആന്റണി സേവ്യറാണ്. ഞാൻ വിളിച്ചത് നിങ്ങളുടെ സിസ്റ്റർ എലിസബത്തിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് അറിയാനാണ്. സാറിനറിയോ, ആ ദിവസത്തിന് ശേഷം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അവൾ അവസാനമായിട്ട് ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചത് എന്നെയായിരുന്നു. പക്ഷെ എനിക്കെന്നാ കോൾ എടുക്കാൻ പറ്റിയില്ല. ഇമാനുവൽ, അതൊക്കെ എനിക്കറിയാം. എനിക്ക് ആദ്യം വേറൊരു ഡീറ്റെയിൽ ആണ് വേണ്ടത്, പ്ലീസ്. സാർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പുറത്ത് വേറെ കാര്യം എന്തായി? അറിയില്ല സർ, സോറി സർ. ജോണി ഇതെവിടെ? റിസർവ് പോലീസ് ആൾക്കാർ തമ്മിൽ ആകെ പ്രശ്നം. ഞാനത് മാനേജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജോണി, അതൊക്കെ ബാക്കിയുള്ളവർ നോക്കിക്കോളും. പുറത്ത് വേറെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ നോക്ക്. സർ, താങ്ക് യു ഫോർ സ്റ്റേയിങ് അറ്റ് ഹോട്ടൽ ലിബർട്ടി. ഗുഡ് നൈറ്റ് സർ. സർ. വിദ്യ ഇവനും ഈ കളിയുടെ ഭാഗമാണ്. അവൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ലിബർട്ടി, MLA ഇന്നലെ ഉണ്ടായിരുന്ന അതേ ഹോട്ടൽ. പറയൂ സാർ. അവൻ എൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കുമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ട പോലെ. സർ, അവനൊന്നും കൂടെ വിളിക്കും സർ. Your call has been forwarded. ഹലോ. ആന്റണി ഈ ഗെയിം മുഴുവിക്കില്ലെന്ന് ഞാൻ സാമിനോട് വാദിച്ചിരുന്നു. ബട്ട് സാം വാസ് കോൺഫിഡൻറ്റ്. തെരേസ, നിങ്ങൾ സാം പറഞ്ഞതിനേക്കാൾ ലേറ്റാണല്ലോ ആന്റണി. ഇനിയും വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഗെയിം പൂർത്തിയാക്കാൻ സാധിക്കില്ലായിരുന്നു. തെരേസ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് മാഡ്നസ്. എൻ്റെ മകൻ ഫിലിപ്പ് എവിടെ? ആന്റണി, നിങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററിയും സാം ട്രാക്ക് ചെയ്തിരുന്നു. തെരേസ, പ്ലീസ്. ആലുവയിൽ അന്വേഷിച്ച ആദ്യത്തെ കേസ് മുതൽ
ഞങ്ങളുടെ മകളുടെ കേസ് വരെ. ആന്റണിയും ഞാനും വി ആർ ഓൺ ഓപ്പോസിറ്റ് പോൾസ്. പക്ഷെ ഞങ്ങളുടെ IQ, വേവ് ലെങ്ത് എല്ലാം സെയിം. ഐ എം ഷുവർ ആന്റണി നിന്നെ വിളിച്ചിരിക്കും. സാം സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ ആന്റണി ഇപ്പൊ കടന്നു പോയിട്ടുണ്ടാവും. അതാ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ച്. ഐറിയുടെ കേസിൽ ആരംഭിച്ച സാമിന്റെ അന്വേഷണം എലിസബത്ത് കേസിലാണ് വന്നെത്തിയത്. എലിസബത്ത് മർഡർ കേസിലെ കാരണങ്ങൾ തേടിയ സാം എത്തിച്ചേർന്നത് ലിറ്റിൽ ഫ്ലവർ ബോർഡിംഗ് സ്കൂളിലാണ്. ആ കുട്ടിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഭയങ്കര വികൃതിയായിരുന്നു അവൻ. ആദ്യമൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നമെന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നീട് അവൻ്റെ വികൃതികൾ പല പ്രശ്നങ്ങൾക്കും വഴിവെച്ചു. ഒരു ദിവസം അവൻ്റെ ക്ലാസ് റൂമിൽ വെച്ച് ഈ സംഭവം വലിയ പ്രശ്നമായി മാറി. ഞങ്ങൾ ആ കുട്ടിയുടെ പാരൻസിനെ വിളിപ്പിച്ചു. അവർ നല്ല സ്ട്രിക്റ്റായിട്ട് ആ കുട്ടിയെ വളർത്തിയിരുന്നത്. ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ കുറ്റപ്പെടുത്തി. അത് അയാളുടെ ഈഗോ ഹർട്ടാക്കിയെന്ന് തോന്നുന്നു. അന്ന് അയാൾ അവന് കൊടുത്ത പണിഷ്മെന്റ് bad parenting a child can ever have. സാധാരണഗതിയിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായ ഒരു കുട്ടിക്കും വീണ്ടും അവിടേക്ക് വരാൻ ധൈര്യം ഉണ്ടാവില്ല. എന്നാൽ അവൻ അവൻ്റെ അച്ഛനെ ഭയന്ന് അവിടേക്ക് തന്നെ വീണ്ടും വരേണ്ടി വന്നു. അതാണ് അയാൾ അവനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. And he became a dangerous male chauvinist. ഈ മെയിൽ ഷോവനിസം എന്നുള്ളത് പല ഡിഗ്രിയിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഫിലിപ്പിൻ്റെ ഉള്ളിലുള്ള ടോക്സിസിറ്റി ഇറ്റ്സ് അലാമിങ്. രണ്ട് തരത്തിലുള്ള ക്രിമിനലുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ പത്തോളജിക്കൽ ക്രിമിനൽസ് എന്നൊക്കെ പറയുന്ന, സാധാരണ നമ്മൾ ബോൺ ക്രിമിനൽസ് എന്നൊക്കെ പറയില്ലേ, ഈ ബ്രെയിനിൻ്റെ ഡിഫക്ട്സ് കൊണ്ടുണ്ടാവുന്ന. രണ്ടാമത്തത് വളരുന്ന സാഹചര്യങ്ങൾ ഒരാളെ ക്രിമിനലാക്കുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലേക്കാണ് ഫിലിപ്പിൻ്റെ പോക്ക്. അവൻ്റെ ഉള്ളിൽ തന്നോടുള്ള പകയുടെ ആഴം അതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരവസരം കിട്ടിയ അവൻ ആന്റണിയെ തന്നെ. ഇതിലെ ഏറ്റവും കോൺട്രഡിക്ടറി കാര്യം എന്താണെന്നറിയാമോ? ഒരു ഫെമിനിസ്റ്റായ എലിസബത്തുമായി അവൻ പ്രണയത്തിലാവുന്നു. ഒടുവിൽ അവളുടെ ഫെമിനിസം അവനിലെ സൈക്കോപാത്തിനെ ട്രിഗർ ചെയ്തു. എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്. എലിസബത്തിനെ കൊന്നത് ഫിലിപ്പാണോ എന്ന്. അവനെ ചെയ്യും. എലിസബത്ത് അവൻ്റെ ടൈപ്പ് ഒരു പെൺകുട്ടിയായിരുന്നില്ല. സ്മാർട്ട്നെസ് കാണിക്കുന്ന പെൺകുട്ടികളോട് അവനൊന്നും കലിപ്പായിരുന്നു. എലിസബത്തിനെ കൊന്നതിന് ശേഷം അവൻ്റെ മനസ്സ് അടുത്തൊരു ഇരയെ തിരഞ്ഞുകൊണ്ട് നടന്നു. And he found our Irene.